ഇന്നൊരു മുരിങ്ങയിലച്ചോറിൻ്റെ റെസിപ്പിയാണ്. മഴ പെയ്ത് ധാരാളം മുരിങ്ങയിലെല്ലാം ഒടിഞ്ഞു വീണ് കിടപ്പുണ്ടായിരുന്നു. എല്ലാം എടുത്ത് കഴുകി നന്നായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ഒരു വലിയ സവാള ചോപ്പ് ചെയ്ത് വെച്ചത് ഇട്ട് കൊടുത്തതിന് ശേഷം അല്പം ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അത് വഴണ്ട് കഴിയുമ്പോഴത്തേന് ഒരു തക്കാളി അരിഞ്ഞ് വെച്ചിരിക്കുന്നു, ഒരു മീഡിയം സൈസ് തക്കാളി എടുത്ത് കഴുകി അരിഞ്ഞ് വെച്ചേക്കുന്നതും കൂടി ഇട്ട് കൊടുത്ത് രണ്ടും കൂടി ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേന് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മുരിങ്ങയിലയും കൂടി ഇട്ട് കൊടുക്കണേ. ധാരാളം മുരിങ്ങയില എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. മൂന്നും കൂടി നന്നായിട്ട് എണ്ണയ്ക്കകത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കണേ. മുരിങ്ങയില അങ്ങോട്ട് ഇട്ട് നന്നായിട്ട് വഴറ്റുമ്പോഴത്തേന് അത് കാണാൻ പോലും ഇല്ല കേട്ടോ, നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവ ആയി കഴിയുമ്പോൾ നമുക്കൊരു മുട്ടയെടുത്ത് ഇതുപോലെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി വെച്ചിട്ട് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാവേ. ഒരു വലിയ മുട്ട എടുത്ത് ഇങ്ങനെ പൊട്ടിച്ചൊഴിച്ച് കൊടുക്കണേ. കുഞ്ഞു മുട്ടയൊക്കെ എടുക്കുന്നെങ്കിൽ 2 എണ്ണം ഇട്ട് കൊടുക്കണേ. മുളക് പൊടി, ഗരം മസാലപ്പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി ഇത്രയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇതുപോലെ ചിക്കി ആ മുരിങ്ങയില എല്ലാമായിട്ട് നന്നായിട്ട് അങ്ങോട്ട് യോജിപ്പിച്ചെടുക്കണം. നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് ഒന്ന് മൂപ്പിച്ചെടുക്കണേ. ഇതുപോലെ ഒന്ന് അടുക്കി കടിക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ മുട്ട അടുക്കി കടിക്കുക. നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഈ ഒരു പരുവാകുമ്പോഴത്തേന് അല്പം കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്യണേ. എരിവിനനുസരിച്ച് നമുക്ക് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാവേ. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചോറ് ആഡ് ചെയ്തു. ഞാൻ ഇവിടെ കുത്തരിച്ചോറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതുപോലെ ഒന്ന് ഇളക്കി ഇവിടെ മുരിങ്ങയില ചോറ് റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റാണ്, ഹെൽത്തിയുമാണ്, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പറ്റിയതാണ്. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ.